സഹോദരീ സഹോദരന്മാരെ, അതീവ സമ്പന്നമായ വേദിയും സദസ്സുമാണ് ഇന്നിവിടെ ഒരുങ്ങിയിട്ടുള്ളത്. ഈ ഒരു പരിപാടി സംഘടിപ്പിക്കാനിടയായതിനെക്കുറിച്ച് ഇവിടെ വലിയൊരളവിൽ നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുള്ള സമൂഹമാണ് കേരളീയ സമൂഹം. ചാതുർവർണ്ണ വ്യവസ്ഥ പ്രകാരം 4 വർണ്ണങ്ങളാണല്ലോ. ഈ 4ലും പെടാത്തവരാണ് SC ST വിഭാഗത്തിൽ. അതുകൊണ്ട് തന്നെ 1000 ആണ്ടുകൾ മനുഷ്യരായി പോലും കണക്കാക്കാതെ ജീവിക്കേണ്ടി വന്നവരാണ് ഈ വിഭാഗത്തിൽപ്പെട്ടവർ. അങ്ങനെ ജീവിച്ചവർക്ക് ഇതര മനുഷ്യർക്ക് കിട്ടുന്ന എല്ലാ പരിഗണനകളും അവകാശങ്ങളും കിട്ടണം. ഈ ആവശ്യവുമായി നമ്മുടെ ഇന്ത്യൻ സമൂഹം സഞ്ചരിച്ചത് നവോത്ഥാന പ്രസ്ഥാനങ്ങളിലൂടെയാണ്. അയ്യങ്കാളി മുതൽ അംബേദ്കർ വരെയുള്ളവരുടെ പേരുകൾ ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതാണ്. മഹാരാഷ്ട്രയിൽ ജ്യോതിബ ഫുലെ, സാവിത്രിബായി ഫുലെ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്ന നവോത്ഥാന പോരാട്ടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയവരാണ് നമ്മൾ. തമിഴ്നാട്ടിൽ EV രാമസ്വാമി നായ്ക്കരുടെയും മറ്റും നേതൃത്വത്തിൽ നടന്ന ജാതിവിരുദ്ധ പ്രസ്ഥാനങ്ങളെക്കുറിച്ചും നമുക്കറിയാം. ഉത്തരേന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നടന്ന മറ്റ് പല സമരങ്ങളെക്കുറിച്ചും അറിയാവുന്നവരാണ് നമ്മൾ. പക്ഷേ ശ്രദ്ധിക്കേണ്ടൊരു കാര്യം, ഉത്തരേന്ത്യയിലൊക്കെ പല സംസ്ഥാനങ്ങളിലും നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയ ഫലങ്ങളും കേരളത്തിലുണ്ടാക്കിയ ഫലങ്ങളും തമ്മിൽ അടിസ്ഥാനപരമായി തന്നെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ വടക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ശക്തമായി നവോത്ഥാന പ്രസ്ഥാനം ഉണ്ടായതാണല്ലോ മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിൽ പോലും നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്തൊക്കെ നേട്ടങ്ങളുണ്ടാക്കിയോ അതൊക്കെ പിന്നീട് വന്നൊരു ഘട്ടത്തിൽ ഏതാണ്ട് എല്ലാം മാഞ്ഞുപോയി. എന്താണ് വസ്തുത? ആ സംസ്ഥാനങ്ങൾ പലതും പഴയ അന്ധകാര അവസ്ഥയിലേക്ക് തിരികെ പോകുന്നതാണ് ഈ ആധുനിക കാലത്ത് നാം കാണുന്നത്. പക്ഷേ ഇത്തരമൊരു ദുരന്തം കേരളത്തിലുണ്ടായില്ല. നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്തൊക്കെ അവകാശങ്ങൾ സ്ഥാപിച്ചെടുത്തോ ആ അവകാശങ്ങളെല്ലാം സംരക്ഷിച്ചുകൊണ്ട് സമൂഹം മുന്നേറുന്നതാണ് കേരളത്തിൽ കണ്ടത്. കേരളത്തിൽ എന്താണ് ഇങ്ങനെയൊരു വ്യത്യാസമുണ്ടാകാൻ കാരണം? നമ്മളെക്കാളും നവോത്ഥാന പ്രസ്ഥാനം ശക്തമായിരുന്ന ചിലയിടങ്ങളിൽ നേരത്തെ പറഞ്ഞത് തോതിലുള്ള പുറകോട്ട് പോക്ക് സംഭവിച്ചപ്പോൾ നമ്മുടെ നാട് അതിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കാൻ എന്താണ് കാരണം? ഒരു ഉത്തരമേ കാണാൻ നമുക്ക് കഴിയും. കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങളുണ്ടാക്കിയ മാറ്റങ്ങൾ തുറന്നു കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ആ മാറ്റങ്ങൾ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ ഇവിടുത്തെ
പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നല്ല നിഷ്കർഷ കാട്ടി. അതായത് നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ രാഷ്ട്രീയ തുടർച്ചയുണ്ടാകുന്ന സ്ഥിതിയുണ്ടായി. അതുകൊണ്ട് തന്നെ അയ്യങ്കാളിയെപ്പോലെയുള്ളവർ നിന്നിടത്ത് നിന്ന് തിരികെ പോവുകയല്ല, പകരം മുന്നോട്ട് പോവുകയാണ് നമ്മൾ ചെയ്തത്. അത് ഉറപ്പുവരുത്തുന്നതിൽ വളരെ പ്രധാന പങ്കാണ് കേരളത്തിലെ ഇടതുപക്ഷ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ളത്. ഇവിടെ കാർഷിക ഭൂബന്ധങ്ങൾ അഴിച്ചുപണിതത്, ആത്മാഭിമാനമുള്ള ജനത എന്ന നിലയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ ശാക്തീകരിച്ചത്, നവോത്ഥാനത്തിൻ്റെ പൈതൃകം ഉൾക്കൊണ്ടുകൊണ്ട് കടന്നു വന്ന സവിശേഷ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയ രംഗത്തെ ഈ സവിശേഷത ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ കേരളവും നേരത്തെ പറഞ്ഞ ചില സംസ്ഥാനങ്ങളുടെ വഴിക്ക് പോകുമായിരുന്നു. രാഷ്ട്രീയ ഇടപെടലിൻ്റെ ഫലമായാണ് ദുർബല വിഭാഗങ്ങൾ കുടികിടപ്പ് ഭൂമിയിൽ നിന്ന് കുടുംബത്തോടൊപ്പം പറിച്ചെറിയപ്പെടില്ല എന്ന സ്ഥിതിയുണ്ടായത്. സ്വന്തം കാലിൽ നിൽക്കാനാവും എന്ന സ്ഥിതിയും അതിൻ്റെ ഭാഗമായാണ് രൂപപ്പെട്ടത്. ആധുനിക ജനാധിപത്യ സമൂഹത്തിലെ ഈ രാഷ്ട്രീയ സംവിധാനമാണ് ഈ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ട്യൂഷൻ ഫീ കൊടുക്കാതെ പഠിക്കാമെന്നും വാടക കൊടുക്കാതെ ഹോസ്റ്റലുകളിൽ താമസിക്കാമെന്നുമുള്ള അവസ്ഥയുണ്ടാക്കിയത്. അതിൻ്റെ ഫലമായാണ് നല്ല രീതിയിൽ കുട്ടികൾക്ക് പഠിച്ചുയർന്നു വരാൻ കഴിഞ്ഞത്. നവോത്ഥാനത്തിന് ഈ വിധത്തിലുള്ള രാഷ്ട്രീയ തുടർച്ച ഉണ്ടാകാതെ പോയ സംസ്ഥാനങ്ങൾ നവോത്ഥാന പ്രസ്ഥാനം പകർന്ന വെളിച്ചം പോലും ഇല്ലാതാക്കും വിധം പഴയ ഇരുട്ടിലേക്ക് തന്നെ വഴുതി വീഴുന്നതാണ് നമ്മൾ കണ്ടത്. കേരളത്തിലുണ്ടായ ഈ മാറ്റം കൂടുതൽ ദൃഢീകരിച്ച് പുതിയ കാലത്തിനനുസൃതമാക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഒരു പുതിയ വിജ്ഞാന സമൂഹം രൂപപ്പെടുന്നതിനെപ്പറ്റി നവകേരള സദസ്സിൻ്റെ ഭാഗമായി നേരത്തെ പറഞ്ഞത് നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചതായിരിക്കും. ഈ മുഖാമുഖം പരിപാടി ആ വഴിക്കുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ശേഖരിക്കുന്നതിന് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ്. നമ്മളിങ്ങനെ കണ്ടുമുട്ടുന്നത് ഇതാദ്യമല്ല എന്നെല്ലാവർക്കും അറിയാം. 2016 നവകേരള യാത്രയുടെ ഭാഗമായി വിവിധ ജില്ലകളിലെത്തിയപ്പോൾ അതാത് ജില്ലകളിലെ പ്രതിനിധികളുമായി ചർച്ച ചെയ്യാൻ അവസരം ലഭിച്ചിരുന്നു. അതിൽ നിങ്ങളിൽ ചിലരൊക്കെ പങ്കാളികളായിട്ടുണ്ടാകും. അതേ തുടർന്നുള്ള ഘട്ടത്തിൽ നവോത്ഥാന സംരക്ഷണ സമിതിയുടെ
യോഗങ്ങൾ ചേർന്നപ്പോൾ ആ യോഗങ്ങളിൽ നിങ്ങളിൽ പലരുമായും ആശയവിനിമയം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 2021 വിവിധ ജില്ലകളിൽ വെച്ച് നാം കണ്ടുമുട്ടിയതാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം അവസാനമാണ് നേരത്തെ പറഞ്ഞ നവകേരള സദസ്സുകളുടെ ഭാഗമായി എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഞങ്ങൾ എത്തുന്ന നിലയുണ്ടായത്. അതത് മണ്ഡലങ്ങളിലെ വ്യത്യസ്ത വിഭാഗങ്ങളുമായി സംവദിച്ചപ്പോൾ നിങ്ങളിൽ പലരും അവിടങ്ങളിലെല്ലാം എത്തിയവരുമാകാം. ഇത്തവണ ഓരോ ജനവിഭാഗവുമായും പ്രത്യേകമായി സംവദിച്ചുകൊണ്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സവിശേഷമായി ആരായാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇതൊരു തുടർ പ്രക്രിയയാണ് എന്ന് നാം കാണണം. ഓരോ തവണ കണ്ടുമുട്ടിയപ്പോഴും ഉയർന്നു വന്ന വിഷയങ്ങളെല്ലാം ഗൗരവമായി തന്നെ സമീപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണയും അത് തന്നെ ഉണ്ടാകും, തുടർന്നും അതുണ്ടാകുമെന്നാണ് ഉറപ്പ് തരാനുള്ളത്. എന്താണ് ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യം? കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും എല്ലാ കുടുംബങ്ങളുടെയും ഓരോ വ്യക്തിയുടെയും ജീവിതാവസ്ഥ മെച്ചപ്പെടണം. കേരള സമൂഹം ഒന്നടങ്കം അഭിവൃദ്ധിപ്പെടണം. ആ അഭിവൃദ്ധി നമ്മുടെ വരും തലമുറകൾക്ക് കൂടി പ്രയോജനപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്താനാകും വിധം പദ്ധതികൾ ആസൂത്രണം ചെയ്യണം, നടപ്പാക്കാനാവണം. അവയിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തുക. അത്തരത്തിൽ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുന്നത്. നവകേരള നിർമ്മിതിയെ ഒരു ജനകീയ കർമ്മപദ്ധതിയാക്കി മാറ്റുക, ഇതാണ് ഉദ്ദേശം. ഒരൊറ്റ വ്യക്തിക്ക് പോലും തനിക്കിതിൽ പങ്കില്ല എന്ന് പറയാൻ കഴിയാത്ത വിധത്തിൽ കേരളത്തിൻ്റെ പുനർനിർമ്മാണത്തിൻ്റെ ഉത്തരവാദിത്വവും സാധാരണ എല്ലാവരുടെയും ഒരു അഭിമാന ബോധമാക്കി മാറ്റുക എന്ന രീതിയിലാണ് നാം ഇതിനെ കാണുന്നത്. മുഖാമുഖം പരിപാടിയിലെ നിങ്ങൾ ഓരോരുത്തരുടെയും പങ്കാളിത്തം ഈ രീതിയിലാണ് പ്രസക്തമാകുന്നത്. ഒരു വ്യക്തിയോ ഒരു സർക്കാരോ അല്ല, നമ്മൾ എല്ലാവരും കൂടി ചേർന്നാണ് നാം ഉദ്ദേശിക്കുന്ന നവകേരളം സൃഷ്ടിക്കേണ്ടത്. നവകേരള സൃഷ്ടിയിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരം ഉൾച്ചേർക്കൽ ശ്രമങ്ങൾ സർക്കാർ ആരംഭിച്ചിരുന്നു. ചരിത്രഗതിയിൽ തങ്ങളുടേതല്ലാത്ത കാരണങ്ങളാൽ പിന്നോക്കമായിപ്പോയ വിഭാഗങ്ങളിലെ കുട്ടികളെ പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തമാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നേരത്തെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഒരു കുട്ടിക്ക് 28 ലക്ഷം രൂപ എന്ന ക്രമത്തിൽ ചെലവ് ചെയ്തുകൊണ്ട്
പൈലറ്റ് കോഴ്സ് പൂർത്തിയാക്കാൻ ഈ വിഭാഗത്തിലെ കുട്ടികളെ പ്രാപ്തരാക്കുന്നതടക്കമുള്ള പദ്ധതികൾ നമ്മുടെ രാജ്യത്തെ മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത വിധത്തിൽ ഇവിടെ നടപ്പാക്കി തുടങ്ങാൻ നമുക്ക് കഴിഞ്ഞു. അതിൻ്റെ ഫലപ്രാപ്തി സ്ഥിരീകരിക്കും വിധം ഈ വിഭാഗത്തിൽ നിന്ന് പൈലറ്റുമാർ പഠിച്ചിറങ്ങി തുടങ്ങുകയും ചെയ്തു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് നഴ്സിംഗിൻ്റെ രംഗത്ത് വിദേശ ജോലികൾ ലഭ്യമാകണമെങ്കിൽ ട്രെയിനിങ് പശ്ചാത്തലം വേണം. അതാകട്ടെ ഇവർക്ക് പലയിടത്തും ലഭ്യമാകാതെ പോകുന്നത്. ഇത് മനസ്സിലാക്കിയാണ് താലൂക്ക് ആശുപത്രികളിൽ ഇവർക്കായുള്ള നഴ്സിംഗ് ട്രെയിനിങ് പദ്ധതി നടപ്പാക്കുന്നത്. എൻജിനീയറിംഗ്, മെഡിസിൻ രംഗങ്ങളിലും ഈ രംഗത്തെ കുട്ടികൾക്ക് അർഹതപ്പെട്ടത് ലഭിക്കും എന്നുറപ്പാക്കാനുള്ള പദ്ധതികൾ നടപ്പാക്കി വരികയാണ്. പരമ്പരാഗത വിദ്യാഭ്യാസം മാത്രം മതിയാവില്ല ഈ കുട്ടികളെ പുതിയ കാലത്തെ നേരിടാൻ പ്രാപ്തമാക്കുന്നത്. അതിന് വൈജ്ഞാനികവും സാങ്കേതികവുമായ വിഷയങ്ങളിലുള്ള വൈദഗ്ധ്യം ഉറപ്പാക്കാൻ വേണ്ട പരിപാടികളുമായാണ് മുന്നോട്ട് പോകുന്നത്. വിദേശ സർവകലാശാലകളടക്കം അയച്ച് പഠിപ്പിച്ച് സ്വദേശത്തും വിദേശത്തും ഒരുപോലെ മികച്ച തൊഴിലുകളെത്തി നിൽക്കാനും അങ്ങനെ വിജ്ഞാന സമൂഹ സൃഷ്ടിയിൽ സജീവ പങ്കാളികളാക്കാനും ഫലപ്രദമായി സർക്കാർ ഇടപെടുകയാണ്. ഈ വഴിക്ക് ഇനി ഏതൊക്കെ വിധത്തിൽ മുന്നോട്ട് പോകണം, എന്തൊക്കെ ചെയ്യണം, ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ അറിയൽ പ്രധാനമാണ്. വിലപ്പെട്ട ആ അഭിപ്രായങ്ങളുടെ കൂടി വെളിച്ചത്തിലാകും ഇനി അങ്ങോട്ട് സർക്കാർ നയനിലപാടുകൾ എടുക്കുക എന്നും ഉറപ്പ് നൽകട്ടെ. ഇന്ത്യ രാജ്യത്തെ മൊത്തം ജനസംഖ്യയിൽ 25% SC/ST വിഭാഗങ്ങളിൽ പെടുന്നവരാണ്. പക്ഷേ അവർക്കുള്ള പദ്ധതി വിഹിതം കേവലം 6% മാത്രമാണ്. ഇവിടെ കാണേണ്ടത് എത്ര വ്യത്യസ്തമാണ് കേരളത്തിലെ ചിത്രം എന്നതാണ്. SCP, TSP പദ്ധതികൾ കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയപ്പോൾ അപ്പോഴും അവ നിലനിർത്തി ജനസംഖ്യാ നിരക്കിനേക്കാൾ കൂടുതൽ തുക അനുവദിക്കാൻ കേരളത്തിലെ സർക്കാർ തയ്യാറായി എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു. തൊഴിലും വരുമാനവും വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു. ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ഗുണഫലങ്ങൾ പട്ടിക വിഭാഗത്തിന് സ്വായത്തമാക്കാനുള്ള ഇടപെടലുകൾ നടത്തി. ഭൂമിയും വീടും ഉറപ്പാക്കാനുള്ള നടപടികൾ തുടർന്നു വരുന്നു. ഇത്തരത്തിൽ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് പുറമെ മനുഷ്യത്വ വിരുദ്ധമായ ജാതി വ്യവസ്ഥയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളും സർക്കാർ നടത്തുന്നു. കേരളത്തിന് പുറത്ത് ദളിതർക്കോ പിന്നോക്കക്കാർക്കോ ക്ഷേത്ര പരിസരങ്ങളിൽ പോലും പ്രവേശിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഇവിടെ പൂജാരിമാരായും ക്ഷേത്ര ജീവനക്കാരായും ദളിതരും പിന്നോക്കക്കാരും നിയമിക്കപ്പെടുന്ന നാടാക്കി കേരളത്തെ മാറ്റാനായി. എന്താണ്
കേരള ബദൽ എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടി ഇതുപോലുള്ള കാര്യങ്ങളാണ്. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ മികച്ചതാണ് കേരളത്തിലെ പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ജീവിത നിലവാരം. അത് കുറേ കൂടി മെച്ചപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. നാം ആർജിച്ച ഈ നേട്ടങ്ങളെ അട്ടിമറിക്കാനുള്ള ചില പ്രവണതകൾ പലയിടങ്ങളിലും തലപൊക്കുന്നത് ഗൗരവമായി നാം കണക്കിലെടുക്കണം. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മൈത്തവുമെല്ലാം നമ്മുടെ പൊതുബോധത്തിലേക്ക് കുത്തിവെക്കാനുള്ള ശ്രമങ്ങളുണ്ടാവുന്നു. ഇതിനെതിരെ കടുത്ത ജാഗ്രത പാലിക്കാൻ നമുക്ക് കഴിയണം. 2025-നകം ഭൂരഹിതരായ, ഭവൻരഹിതരായ എല്ലാ പട്ടികജാതി, പട്ടികവർഗ വിഭാഗക്കാർക്കും ഭൂമിയും വീടും ലഭ്യമാക്കുക എന്നതാണ് നമ്മുടെ പ്രഖ്യാപിത നയം. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പട്ടികജാതി വിഭാഗക്കാർക്കായി 98,317 വീടുകൾ, പട്ടികവർഗ വിഭാഗക്കാർക്കായി 41,804 വീടുകൾ, അങ്ങനെ ആകെ 1,40,40,121 വീടുകൾ പൂർത്തീകരിക്കാനായി. ലാൻഡ് ബാങ്ക് പദ്ധതി, നിക്ഷിപ്ത വനഭൂമികൾക്ക് വിതരണം, വനാവകാശ നിയമം എന്നിവ പ്രകാരം 8,278 പട്ടികവർഗ കുടുംബങ്ങൾക്കായി 4,138 ഏക്കർ ഭൂമി വിതരണം ചെയ്യാൻ കഴിയും. സങ്കേതങ്ങൾക്ക് പുറത്തുള്ള പട്ടികവർഗക്കാരുടെ ഭവന നിർമ്മാണ സഹായം 6 ലക്ഷമാക്കി ഉയർത്തുകയും ചെയ്തു. സാങ്കേതികമായി പൂർത്തീകരിക്കപ്പെട്ടുവെങ്കിലും പൂർണ്ണതയിലെത്താത്തതും 2010 ശേഷം നിർമ്മിച്ചതുമായ വീടുകളുടെ അറ്റകുറ്റപ്പണി, പൂർത്തീകരണം, നവീകരണം എന്നിവയ്ക്കായി സേഫ് എന്നൊരു പദ്ധതി ആവിഷ്കരിച്ചു. ഇതുപ്രകാരം പട്ടികജാതിക്കാർക്ക് 2 ലക്ഷം രൂപ വരെയും പട്ടികവർഗക്കാർക്ക് 2.5 ലക്ഷം രൂപ വരെയും അനുവദിക്കുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 8,000 കുടുംബങ്ങളെയാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താനായത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ മറക്കാനാവാത്ത ഒരേടാണ് മുത്തങ്ങ വെടിവെപ്പ്. നവോത്ഥാനത്തിനും പുരോഗമന മുന്നേറ്റങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഈ നാട്ടിൽ ഭൂമിക്ക് വേണ്ടി സമരത്തിനിറങ്ങിയ ആദിവാസികളെ വെടിവെച്ചു വന്ന ഒരു സംഭവമുണ്ടായി. ഇത് നമ്മുടെ നാടിന് തന്നെ അപമാനകരമായ സംഭവമായിരുന്നു. എന്നാൽ മുത്തങ്ങയിലെ ഭൂപ്രശ്നം പരിഹരിക്കുന്നതിനുള്ള പ്രത്യേക നടപടികൾ LDF സർക്കാർ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. മുത്തങ്ങ സമരത്തിൽ പങ്കെടുത്തതും ഭൂമി അനുവദിക്കേണ്ടതുമായ 37 കുടുംബങ്ങൾക്ക് 1 ഏക്കർ ഭൂമി വീതം അനുവദിക്കുകയും ചെയ്തു. തിരുവനന്തപുരം ചെറ്റച്ചലിൽ 20 വർഷത്തിലധികമായി നടന്നു വന്നിരുന്ന ഭൂസമരം അവസാനിപ്പിക്കാൻ കഴിഞ്ഞത് എടുത്തു പറയാൻ കഴിയുന്നൊരു കാര്യമാണ്. പത്തനംതിട്ടയിലെ ചെങ്ങറ, ഇടുക്കിയിലെ ചിന്നക്കനാൽ, പാലക്കാട്ടെ മുതലമട, വയനാട്ടിലെ മര്യനാട്, മല്ലികപ്പാറ,
ഇവിടങ്ങളിലെല്ലാമുള്ള ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ പട്ടികവർഗക്കാർക്കും ഭൂമിയുള്ള ജില്ലയാക്കി തിരുവനന്തപുരത്തെ മാറ്റാൻ കഴിഞ്ഞു. മറ്റ് ജില്ലകളിൽ ഇതിനുള്ള നടപടികൾ ഊർജിതമായി മുന്നോട്ട് പോവുകയാണ്. ഭൂരഹിത പുനരധിവാസ പദ്ധതിക്ക് അപേക്ഷ നൽകുന്നതിനുള്ള പ്രായപരിധി 55 നിന്നും 70 വരുമാന പരിധി 50,000 രൂപയിൽ നിന്നും 1,00,000 രൂപയായും ഉയർത്തി. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പുകളുടെ ധനസഹായത്തോടെ ഭൂമി വാങ്ങുന്നതിന് ഗുണഭോക്താക്കൾ നൽകേണ്ടിയിരുന്ന രജിസ്ട്രേഷൻ ഫീസ് പൂർണ്ണമായും ഒഴിവാക്കി. ഭവന നിർമ്മാണം, കുടുംബാംഗങ്ങളുടെ ചികിത്സ, കുട്ടികളുടെ വിദ്യാഭ്യാസം, പെൺമക്കളുടെ വിവാഹം, ഇത്തരം ആവശ്യങ്ങൾക്ക് പട്ടികജാതിക്കാർക്ക് ഭൂരഹിത പുനരധിവാസ പദ്ധതി പ്രകാരം ലഭ്യമായ ഭൂമി പണയപ്പെടുത്താൻ അനുമതി നൽകി. കേരളത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിലെ യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിനായി വലിയ ഇടപെടലാണ് സർക്കാർ നടത്തി വരുന്നത്. നൈപുണ്യ വികസനം ഉറപ്പുവരുത്തിയും തൊഴിലവസരങ്ങൾ ലഭ്യമാക്കിയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ അഭ്യസ്തവിദ്യരായ യുവതീ യുവാക്കളെ ഒരേ സമയം തൊഴിൽ സംരംഭകരും തൊഴിൽ ദാതാക്കളുമാക്കുന്നതിന് രൂപീകരിച്ച കേരള എംപവർമെൻറ്റ് സൊസൈറ്റി എന്ന പദ്ധതി രാജ്യത്തിനാകെ മാതൃകയാണ്. അഭ്യസ്തവിദ്യർക്ക് തൊഴിൽ പരിശീലനവും നൈപുണ്യ വികസനവും പ്രവൃത്തി പരിചയവും നൽകാനായി സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾക്ക് കീഴിൽ 2 വർഷ കാലയളവിലേക്ക് ഓണറേറിയം നൽകി അവരെ നിയമിക്കുന്ന ട്രെയ്സ്, ട്രെയിനിങ് ഫോർ കരിയർ എക്സലൻസ്, ഈ പദ്ധതിയും കാര്യക്ഷമമായി നടന്നു വരികയാണ്. 500 പട്ടികവർഗ വിഭാഗക്കാർക്ക് ഒരുമിച്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായി നിയമനം നൽകി ചരിത്രം സൃഷ്ടിക്കാൻ നമുക്കായി. പ്രത്യേക റിക്രൂട്ട്മെൻറ്റ് നടപടിയിലൂടെ PSC വഴിയാണ് ഇവർക്ക് നിയമനം നൽകിയത്. ഇതേ മാതൃകയിൽ എക്സൈസ് ഗാർഡായി 100 പട്ടികവർഗക്കാരെ നിയമിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ലോകത്തിൻ്റെ ഏത് കോണിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും അവസരങ്ങളും കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വിദ്യാർത്ഥികൾക്ക് പ്രാപ്യമാക്കാനായി വിദേശ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കുകയാണ്. ഇതിലൂടെ ഇതുവരെ 425 വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലകളിൽ പഠനത്തിന് അവസരം ലഭിച്ചിട്ടുണ്ട്. 10 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ വരെയാണ് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പായി നൽകുന്നത്. പട്ടികവർഗ വിദ്യാർത്ഥികളെ സിവിൽ സർവീസിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട പ്രത്യേക പദ്ധതി നടപ്പാക്കുകയാണ്. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വിദ്യാർത്ഥികൾക്ക് രാജ്യത്തിനകത്തുള്ള ഏത് പരിശീലന കേന്ദ്രത്തിലും പഠനം നടത്താൻ വേണ്ട സ്കോളർഷിപ്പ് സംസ്ഥാന സർക്കാർ നൽകുന്നു. സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷയിൽ യോഗ്യത നേടുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് മെയിൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിനും അഭിമുഖത്തിനുമുള്ള എല്ലാ ചെലവുകളും സർക്കാർ വഹിക്കും. ഈ പദ്ധതി കീഴിൽ നിലവിൽ 30 പട്ടികവർഗ വിദ്യാർത്ഥികളും 30 പട്ടികജാതി വിദ്യാർത്ഥികളും പഠനം നടത്തി വരികയാണ്. IIM, IIT, NIFT ഉൾപ്പെടെയുള്ള സ്വയംഭരണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും
CA, ICWA, കമ്പനി സെക്രട്ടറി തുടങ്ങിയ കോഴ്സുകളിലും കൽപ്പിത സർവകലാശാലകളിലും സർക്കാർ അംഗീകരിച്ച സ്വകാര്യ സർവകലാശാലകളിലും വൊക്കേഷണൽ ട്രെയിനിങ് സ്ഥാപനങ്ങളിലും മെറിറ്റ് റിസർവേഷൻ അടിസ്ഥാനത്തിൽ പ്രവേശനം നേരിടുന്നവർക്ക് കൂടി ഈ ആനുകൂല്യം ലഭ്യമാകും വിധം സ്കോളർഷിപ്പ് മാനദണ്ഡങ്ങൾ സർക്കാർ പരിഷ്കരിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തിന് പുറത്തുള്ള പഠനത്തിനും ഇപ്രകാരം സ്കോളർഷിപ്പുകൾ ലഭ്യമാക്കും. ഇതിൻ്റെ ഫലമായി നമ്മുടെ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉപരിപഠനം നടത്താൻ കഴിയും. കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് കോഴ്സിന് ചേരുന്ന ഒരു പട്ടികജാതി വിദ്യാർത്ഥിക്ക് മാത്രം നൽകി വന്നിരുന്ന സ്കോളർഷിപ്പ് ഇപ്പോൾ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വിങ്സ് എന്ന പദ്ധതി ആവിഷ്കരിച്ച് ST, OEC വിദ്യാർത്ഥികൾക്ക് കൂടി ലഭ്യമാകും വിധം പരിഷ്കരിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ 150 പട്ടികവർഗ വിഭാഗ വിദ്യാർത്ഥികൾക്ക് എയർപോർട്ട്, എയർലൈൻ മാനേജ്മെൻറ്റ് കോഴ്സുകളിൽ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കി. അതായത് പട്ടികജാതി പട്ടികവർഗ ഉദ്യോഗാർത്ഥികൾക്ക് കരയിലും കടലിലും ആകാശത്തും തൊഴിൽ ലഭിക്കുന്നതിനുള്ള സ്വപ്നതുല്യമായ അവസരമാണ് ഒരുക്കുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാർ ദളിത് ജനവിഭാഗത്തോട് ശത്രുതാപരമായ സമീപനം സ്വീകരിക്കുന്നതാണ് കാണുന്നത്. അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് അവർക്കുള്ള സ്കോളർഷിപ്പ് തുക നിർത്തലാക്കിയത്. പക്ഷേ അത് ചൂണ്ടിക്കാട്ടി ആ പദ്ധതി നിർത്തലാക്കുകയല്ല സംസ്ഥാന സർക്കാർ ചെയ്തത്. 2.5 ലക്ഷത്തിന് മേൽ വരുമാനമുള്ള കുടുംബങ്ങളിലെ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിനും 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിലെ പിന്നോക്ക വിഭാഗ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പിനും ആവശ്യമായ തുക പൂർണ്ണമായും സംസ്ഥാനം നൽകുമെന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം, സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പരിമിതിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് കേന്ദ്രം നിർത്തലാക്കിയത് അതേ രീതിയിൽ അംഗീകരിക്കാതെ ഇവിടെ ഈ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ നിലപാട് സർക്കാർ സ്വീകരിച്ചത്, സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളോട് സംസ്ഥാന സർക്കാർ പുലർത്തുന്ന കരുതലിൻ്റെ തെളിവായിട്ടാണ് ഇതെല്ലാം കാണാൻ സാധിക്കുക. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പഠനമുറി പദ്ധതി രാജ്യത്തിനാകെ മാതൃകാപരമാണ്. 8 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് മാത്രം നൽകിയിരുന്ന പഠനമുറി പദ്ധതി ഇപ്പോൾ 5 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിലെയും കേന്ദ്രീയ വിദ്യാലയത്തിലെയും വിദ്യാർത്ഥികളെ കൂടി ഉൾപ്പെടുത്തി വിപുലീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 5000 കുട്ടികൾക്കാണ് പഠനമുറി അനുവദിച്ചത്. പട്ടികജാതി പട്ടികവർഗ ആദിവാസി വിഭാഗങ്ങളുടെ ഡിജിറ്റൽ പഠനം ഉറപ്പുവെക്കുന്നതിനായി ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ലാതിരുന്ന 1284 ഊരുകളിൽ 1083 ഇൻ്റർനെറ്റ് സൗകര്യം എത്തിച്ചു. ഇടമലക്കുടിയിൽ മാത്രം കണക്ടിവിറ്റി ഉറപ്പുവരുത്താനായി 4,31,00,000 രൂപയാണ് സർക്കാർ ചെലവഴിച്ചത്. 9,48,00,000 രൂപ ചെലവിൽ സിഡാക്കുമായി ചേർന്ന് ഡിജിറ്റലി കണക്റ്റഡ് ട്രൈബൽ ഏരിയ പദ്ധതിക്ക് വയനാട്ടിൽ തുടക്കം കുറിച്ചു. ഈ പദ്ധതി സംസ്ഥാനത്താകെ വ്യാപിപ്പിക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന് കീഴിലെ എല്ലാ വായനശാലകളിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗം വിദ്യാർത്ഥികൾക്ക് സൗജന്യ അംഗത്വം നൽകാൻ സർക്കാർ തീരുമാനിച്ചു. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലുള്ള
54 സാമൂഹ്യ പഠനമുറികളിൽ ഇതിൻ്റെ എല്ലാം ഭാഗമായി പുസ്തക ശേഖരം ഉറപ്പാക്കുന്ന നടപടിയും എടുക്കുന്നുണ്ട്. വൈദ്യുതി എത്താത്ത 19 പട്ടികവർഗ കോളനികളിൽ വൈദ്യുതി എത്തിക്കാനായി. വെട്ടിവിട്ട കാട്ടിൽ 92,45,000 രൂപ ചെലവിലാണ് 13 കുടുംബങ്ങൾക്കായി വൈദ്യുതി എത്തിച്ചത്. 18,45,00,000 രൂപ ചെലവിൽ ഇടമലക്കുടിയിലേക്കുള്ള റോഡ് നിർമ്മാണ പ്രവൃത്തികളും ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ എല്ലാ പട്ടികവർഗ കുടുംബങ്ങൾക്കും ആവശ്യമായ അടിസ്ഥാന രേഖകൾ ലഭ്യമാക്കുന്നതിനും അവ സുരക്ഷിതമായി ഡിജിറ്റൈസ് ചെയ്ത് സൂക്ഷിക്കുന്നതിനുമായി ആവിഷ്കരിച്ച ABCD പദ്ധതി മികച്ച നിലയിൽ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. വയനാട്, പാലക്കാട് ജില്ലകളിൽ ഈ പദ്ധതി പൂർത്തീകരിച്ചു. മറ്റെല്ലാ ജില്ലകളിലും പൂർത്തീകരണത്തോടടുക്കുകയാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് നിയമപരിരക്ഷയും പുനരധിവാസവും ഉറപ്പാക്കാനായി ജ്വാല ജസ്റ്റിസ് വെൽഫെയർ ആൻഡ് ലീഗൽ അസിസ്റ്റൻസ് ഈ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. നിയമ ബിരുദം നേടിയ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ യുവതീ യുവാക്കൾക്ക് അഡ്വക്കേറ്റ് ജനറൽ, ഗവൺമെൻറ് ബീഡർ, സീനിയർ അഭിഭാഷകർ ഇവരുടെ ഓഫീസുകളിലും സ്പെഷ്യൽ കോടതികളിലും ലീഗൽ സർവീസസ് അതോറിറ്റിയിലും പരിശീലനം നൽകി തൊഴിൽ വൈദഗ്ധ്യം നേടുവാൻ അവരെ പ്രാപ്തരാക്കാൻ ഈ പദ്ധതി നല്ല സഹായകരമാണ്. ഇത്തരത്തിൽ സാമൂഹ്യനീതി ഉറപ്പുവരുത്താനുതകുന്ന നിരവധി പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നത്. ഇതുകൊണ്ട് എല്ലാമായി എന്ന് കണക്കാക്കേണ്ടതില്ല. ദളിത്, ആദിവാസി വിഭാഗങ്ങളുടെ സാമൂഹ്യ, സാംസ്കാരിക, സാമ്പത്തിക ഉന്നമനം സാധ്യമാക്കാനും സാമൂഹ്യനീതി ഉറപ്പുവരുത്താനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമായി ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചതാണ്. ആ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾ ഒരു കലവറയുമില്ലാതെ പ്രകടിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.